ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ഒരു വൈബാണ് ഈ കാണിക്കുന്നത്. ഇപ്പം മഞ്ഞൊന്നും ഇല്ല കേട്ടോ. ഇപ്പം നല്ല ഭയങ്കര കാറ്റുണ്ട്. പിന്നെ അതുപോലെ സൂര്യൻ ഉദിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഫ്രണ്ട് ഡോർ ഇങ്ങനെ തുറന്നപ്പോഴത്തേക്കും സൂര്യൻ ഉദിക്കുന്ന നേരെ വാതിലിലോട്ടാണ് സൂര്യൻ ഉദിച്ച് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുന്ദരി ഓടി എത്തിയിട്ടുണ്ട്. രാവിലെ വാതിൽ തുറക്കുമ്പോഴേ ഓടി എത്തിക്കോളും. പുറത്താണ്ട് വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ട. ഞാൻ ഡോറ് തുറക്കുമ്പോൾ വന്ന് ഇങ്ങനെ എൻ്റെ അടുത്ത് കൊഞ്ചിക്കൊഴിഞ്ഞോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും എന്തെങ്കിലും കൊടുക്കാനായിട്ട്. അപ്പോൾ രാവിലെ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പിന്നെ എന്നിട്ട് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ രാവിലെ വന്ന് നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുകയാണ് കേട്ടോ. ആ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടോ ഫ്രണ്ട്, ഞാനതാണ് ഈ ദൂരോട്ട് നിന്നിട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയും നല്ലതാണ് വാതിലിന് നേരെ സൂര്യൻ ഉദിച്ച് ഇങ്ങനെ വരുന്നത്, നല്ല ഇതാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ട്യൂഷനൊക്കെ പോകാൻ സമയമായി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അച്ചാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അച്ചാർ ഓർഡറുണ്ട്. അപ്പോൾ മാങ്ങ അച്ചാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് ബീഫല്ല മീനച്ചാറാണ്. കുറച്ച് ഞാൻ ഓൾറെഡി കോരിയിട്ടുണ്ട്. ബാക്കി ബാലൻസ് അത് ഇരുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ബീഫ് അച്ചാറിടാനായിട്ട് വാങ്ങിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ബീഫാണ്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലൊന്നും ഇല്ലാണ്ട് നല്ല മാംസമായിട്ട് മാത്രം കിട്ടും. അപ്പോൾ അങ്ങനെ അച്ചാറൊക്കെ ഇട്ട്, അപ്പം ബീഫ് അച്ചാറുണ്ട്, മീനച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെന്തോ ഡേറ്റ്സ്, അതായത് നാരങ്ങയും ലെമനും കൂടി ചേർന്നത്, അങ്ങനെ എല്ലാ ഐറ്റം അച്ചാറുകളും ഉണ്ട്. അപ്പോൾ ഓർഡർ അനുസരിച്ചിട്ട് ഓരോരുത്തർ പറയുന്ന അനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാല്ലാ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കാനായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി കൂടുന്നുണ്ട്. അപ്പം കുറേ നാളായി എല്ലാവരും കൂടി കുടുംബ വീട്ടിൽ കൂടിയിട്ട്. അപ്പോൾ എന്തായാലും മോളും വരുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെ മോളെ കാണാൻ ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ വേറെ ഓർഡറുണ്ട്. അപ്പോൾ ആ ഓർഡറും കൊടുക്കണം. അപ്പോൾ വീട്ടിൽ വന്ന് പോകാമെന്നും പറഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ ട്യൂഷൻ വിട്ട് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അവരുമായിട്ട് പോയി വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡ് നമ്മൾ ഉച്ച സമയത്താണ് പോയത്. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. കുറേ ദിവസമായി എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ കൂടിയിട്ട്. അപ്പോൾ കുടുംബ വീട്ടിൽ കൂടാമെന്ന് വിചാരിച്ച്. അപ്പോൾ മോളും ഉണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മൾ ചക്കര ഉണ്ട്. ചക്കരയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യണം അവൾ. അവിടെ രണ്ടുപേരും ഫോണിൽ കളിക്കുന്നു. നിജാസുണ്ട്. എല്ലാവരും ഇപ്പോൾ ഫോണിൽ തന്നെയാണ്, എപ്പോഴും ഫോണിലാണ് കേട്ടോ. കിച്ചണിലോട്ട് വന്നപ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ എല്ലാം അടുപ്പത്താണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പം നാടൻ ഫുഡാണ്. പിന്നെ അതിൻ്റെ കൂടെ മന്തിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. കുറേ നേരമായിട്ടിരുന്ന് കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഓരോ വേലകൾ ഇങ്ങനെ കാണിക്കുന്നു. അപ്പം ഗേസ് നമ്മളെ സുൽത്താന മോള് വന്നിട്ടുണ്ട്. നമുക്കൊരു കെട്ടിപ്പിടിച്ചൊരു മുമ്പ് എങ്ങനെയാണ് മുത്തണത്? പൊന്നുമ്മ, ചക്കര ഉമ്മ, പഞ്ചാബ് ഉമ്മ എന്ന് പറയും. സ്കൂളിൽ ഡാൻസിനുണ്ടോ മോളെ? ഉണ്ട്. ഏത് പാട്ടാണ്? മധുരക്കിനാവ്. ഒരു പാട്ട് പാടി കൊടുത്താണ്. ഒരു പാട്ട് പാടാം. അതല്ല, നേരെ സ്കൂളിലെ പാട്ട്. അതല്ല, നേരെ. ഒരു ആയിരം ഭാഷകളായൊരു പൊന്മകളെ വന്നു ഞാൻ വളരെ വന്നു ഞാൻ. വേറൊരു പാട്ട് പഠിക്കുന്നു. സ്കൂളിലെ പാട്ട് പാടും. ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു പാട്ട്. വേറൊരു പാട്ട് ഞാൻ കളിക്കാനാ? നമുക്ക് ചക്കരയെ കൂടെ വിളിക്കാം കളിക്കാൻ. ചക്കര വിളിച്ചിട്ടുണ്ടോ കളിക്കാൻ? ഇങ്ങ വാ, വണ്ടി കയറി. ഇങ്ങ വാ. അപ്പോൾ ഗേസ് ഇത് അവിടെ ഇരിക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമ്മളെയൊക്കെ എന്നെ കൊല്ലണം. അകത്തുനിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഡാൻസ്. അങ്ങനെ ഗേസ് നിജാസിൻ്റെ കാറിൽ വന്ന് കയറിയിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്തോട് കയറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പുറത്തെ സീറ്റിൽ ഞാൻ കയറി ഇരുന്നിട്ട് കാർ ഓട്ടിക്കാൻ, നമുക്ക് പുറത്ത് പോകാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നില്ല, പുറത്തിറങ്ങുന്നൊക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്നെ കൂടി വിളിക്കുന്നുണ്ട്.
പിന്നെ ഞാനും കാറ് ലൈസൻസ് എടുത്തതാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ കേരളത്തിൽ ഹർത്താൽ വരുന്ന ദിവസം മാത്രമേ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് പേടിയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് പോകാനും പറ്റില്ല. ഞാൻ ലൈസൻസ് എടുത്തിട്ട് തോന്നുന്ന നാളായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേടി. ഞാൻ കൈ തെളിഞ്ഞതൊക്കെയാണ്. പക്ഷേ വണ്ടി എടുക്കാൻ എനിക്കൊരു പേടി. ഇൻഷാ അള്ളാ ഇനി കൈ തെളിയണം പോയി. അപ്പോൾ ദാ അതിലിങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കളിച്ചൊക്കെ വിളിച്ചിട്ട് വരുന്നതുമില്ല. ഞാനും കൂടെ പോയിരുന്ന് കളിക്കണം, അതല്ലെങ്കിൽ ഞാനും വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ സ്കൂട്ടിയിൽ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ കറിയിൽ നിന്ന് ഇറക്കാൻ നോക്കുന്നു, പറ്റുന്നില്ല. പിന്നെ ലാസ്റ്റിൽ പറഞ്ഞ് പോകാൻ സ്കൂട്ടി ഓടിക്കാമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടുന്ന് എടുത്ത് നേരെ ഓടുന്നത് എവിടെയെന്ന് അറിയുമോ? സ്കൂട്ടി ഓടിക്കാനായിട്ടാണ്. അപ്പോൾ ദാ ഇവിടുന്ന് കറി എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്, പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇനി ഞാൻ സ്കൂട്ടി ഓടിക്കണം. അപ്പോൾ സ്കൂട്ടിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം മോളുമായിട്ടൊക്കെ ഇങ്ങനെ കളിച്ച് പിന്നെ ഞാനിങ്ങ് വീട്ടിൽ വന്ന്. അപ്പോൾ ദാ നൈറ്റിൽ വീട്ടിൽ പുട്ടുണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് ഫുഡ് വീട്ടിൽ നിന്ന് കഴിച്ച്. അപ്പോൾ വൈകുന്നേരം ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമുക്കൊരു പുട്ടുണ്ടാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ എനിക്കൊക്കെ പുട്ടും പയറും പപ്പടമൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായിരുന്നു ഒരു വെറൈറ്റി ആയിട്ട് പുട്ടുണ്ടാക്കണം. അങ്ങനെ നമ്മൾ അരിപ്പൊടി എടുത്ത് പുട്ടിനൊക്കെ അവിടെ വെള്ളമൊക്കെ തളിച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് തേങ്ങയും കൂടി തിരുവി അതിൽ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിലിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പുട്ടും കുറ്റിക്കല്ല പുട്ടുണ്ടാക്കുന്നത്, അല്ലാതെ പെട്ടെന്ന് പുട്ടുകുറ്റിക്കാകുമ്പോൾ എത്ര പ്രാവശ്യം ഇടണം എടുക്കണം അങ്ങനെയുള്ള പാട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ച് ജോലി എളുപ്പമാവും, ഗ്യാസ് ലാഭമാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വെച്ച് ഇഡ്ഡലി പാത്രത്തിൽ തന്നെ സ്റ്റീമർ വെച്ച് നമുക്ക് ആവിയേറ്റി എടുക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മറ്റേ അതിൻ്റെ അടപ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ അങ്ങ് തട്ടിക്കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് ആവി കയറുമല്ലോ. പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കോരി ഓരോരുത്തർക്കും ആവശ്യത്തിന് എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എല്ലാം കൂടിയൊക്കെ നനച്ച് മാവെല്ലാം കൂടി ഇതിലേക്ക് തട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് വച്ചിട്ട് ആവി കയറ്റണം. അപ്പം നന്നായിട്ട് വെന്ത് വരും. അപ്പം നല്ല ടേസ്റ്റാണ് സംഭവം. മറ്റേതാകുമ്പോഴത്തേക്കും ജോലി നമ്മൾ ഒരു പ്രാവശ്യം ഇടണം, പിന്നെ വീണ്ടും കുത്തിയിടണം. ഷേപ്പിന് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. നമുക്കിങ്ങനെ എന്താണ് ചോറ് കോരി ഇടുന്ന കണക്ക് നമുക്ക് ആവശ്യത്തിന് കോരിയെടുക്കാം. അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ച് പിന്നെ എന്തായാലും അപ്പോൾ കുറച്ച് ജോലിയും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും കൂടിയൊക്കെ ഇട്ട് ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പയർ നമ്മളത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. പപ്പടം കൂടി ഉണ്ടാക്കണം. അങ്ങനെ കേസ് നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്, ആവി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ടൻ ചായ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അത് മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കോഴി മുട്ട ഇടുന്നുണ്ടിട്ട് നമുക്ക് മുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടയും കൂടി പൊരിക്കാമെന്ന്. അപ്പം പുട്ടും മുട്ടയും പയറും പപ്പടവും പിന്നെ എല്ലാം കൂടിയാണ് എടുക്കുന്നത്. അപ്പം എന്താ കണ്ടോ, അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം പുട്ടും മുട്ടയും ഇഷ്ടമാണ്. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ബീഫ് അച്ചാറും കൂടി ഉണ്ട് കേട്ടോ, കുറച്ച് ബാലൻസ്. അപ്പോൾ ഞാൻ ബീഫ് അച്ചാറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ പുട്ടും പയറും പഞ്ചസാരയും കൂടി കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പോൾ കേസ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.